കഴിഞ്ഞ ആഴ്ച ബാക്കി വെച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറേ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെ ഹിസൈനസ് അബ്ദുള്ളയാണെങ്കിലും ഭരതം ഭരതം അതിലേക്കുള്ള കുറേ രംഗങ്ങൾ, ഈ ഭരതത്തിലേക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ ഈ ഭരതം സിനിമ ഞങ്ങളെല്ലാവരും ലൊക്കേഷനിലെത്തി, എല്ലാം റെഡിയാണ്. അപ്പോഴാണ് അന്ന് ജോസ് തോമസ് സിബിയുടെ അസോസിയേറ്റാണ്. അപ്പോൾ ഇങ്ങനെ കഥ ചോദിച്ചു. കഥ കേട്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് ശ്രീവിദ്യാമ്മയും പൊന്നമ്മ ചേച്ചിയും മധുസാറും ഒക്കെ ചെയ്ത ഒരു സംഭവമാണിത് എന്ന് പറഞ്ഞു. അങ്ങനെ കഥ മാറ്റി. ഒരാഴ്ച ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം ലാല് സഹിതം എല്ലാവരും അവിടെ വെറുതെ ഇരുന്ന് പെട്ടെന്നുണ്ടാക്കിയ ഒരു സിനിമയാണ് ഭരതം. പക്ഷെ അത് സദ്യ സിനിമയല്ലേ? അതാണ്, ഒരിക്കലും നമ്മളൊരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ലല്ലോ ആ സിനിമ. ഓ അതിലെ സീക്വൻസ് ഒക്കെ ഭയങ്കരമല്ലേ, ഓരോന്ന് ആലോചിച്ചാൽ. അമ്മയ്ക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു രംഗമാണോ അതിനകത്ത്? ആ പാട്ട് പാടുന്ന സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. രാമകഥ. പിന്നെ ചേട്ടനോട് പോയി ഈ ചേട്ടൻ അന്യനോട് ജലസ് തോന്നുന്നതാണല്ലോ സംഭവം. മാപ്പി വയ്ക്കുമ്പോഴൊക്കെ ഉള്ള വേണുവിൻ്റെ ആറ്റിറ്റ്യൂഡും ലാലിൻ്റെ ആ ഒരു എന്താ പറയുന്ന റിക്വസ്റ്റും പിന്നെയും അങ്ങനെ ഒരുപാട് അങ്ങനെ രസിച്ച് ഞങ്ങൾ ഉല്ലസിച്ച് ചെയ്തൊരു സിനിമയാണ്. ആരും അങ്ങനെ പോകാൻ ധൃതിപ്പെട്ടില്ല ആ സിനിമ ചെയ്യുമ്പോൾ. അത് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അമ്മ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അമ്മ. അമ്മ പറഞ്ഞല്ലോ ഈ പറഞ്ഞ അന്നത്തേക്ക് ഉണ്ടായിരുന്ന ഒരു കുസൃതിയും ബഹളവും ഒക്കെ ഇപ്പൊ ആ കുസൃതിയൊക്കെ കുറച്ചൊന്ന് മാറി. പിന്നെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. ലാൽ ഒരുപാട് വായിക്കും, ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ഇപ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളോട് എങ്ങനെ അമ്മയ്ക്ക് തോന്നും? ലാലിന് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്മാത്ര. ശരിക്കും പറഞ്ഞാൽ തന്മാത്ര കണ്ടിട്ട് ഞാൻ വേറെ സിനിമ കണ്ടിട്ടില്ല. ഞാൻ സിനിമ വളരെ കുറച്ച് കാണുന്ന ആളാണ്. നല്ല സിനിമയാണെന്ന് പറഞ്ഞാലേ പോയി കാണുള്ളൂ. അപ്പം തന്മാത്രയൊക്കെ എന്തൊരു സിനിമയാണല്ലേ. അത് വേറൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ ഒക്കില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ലാലേട്ടൻ്റെ അഭിനയത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. പണ്ട് ഏതാ സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ മദ്രാസിലുള്ള കാലത്ത് ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമയാണെന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വേറെ പടം ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ബാലു നിൽക്കണം, ബാലേന്ദ്ര മേനോൻ. അപ്പം ചേച്ചി ഒരു സോങ് കണ്ടിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി കാണാമെന്ന് പറഞ്ഞു. അപ്പം ലാലും അംബികയും കൂടെ ഉള്ള ഒരു സോങ് ഞാൻ എടുത്ത വായിക്ക് ഈ പടം സോങ് കണ്ടു കഴിഞ്ഞ് എടുത്ത വായിൽ ഞാൻ പറഞ്ഞു ഇതാരാ കുട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചതാ മോഹൻലാൽ, ട്രിവാൻഡ്രത്തുകാരനാണ്. ഞാൻ പറഞ്ഞ ബാലു അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു. എന്തൊരു ഒഴുക്കാണ് ആ ഒരു ഭയങ്കര ഒരു ഋതമാണ് ലാലിൻ്റെ ആ ബോഡിയിൽ ഭയങ്കരമായിട്ട്. അതില്ലാത്തവർക്ക് ആർട്ടിസ്റ്റ് ആവാൻ ഒക്കില്ല, അതൊരു സത്യം. പക്ഷേ ലാലിന് ഈശ്വരൻ കനിഞ്ഞ് അതൊരുപാട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അഭിനയിക്കുന്ന സമയത്ത് പരമാവധി ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യും, പ്രോംപ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അവർ കാണിക്കുന്ന ഒരു സിൻസിയാരിറ്റി ഭയങ്കരമാണ്. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാതെ മമ്മൂട്ടിയൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അതൊരു ഭയങ്കരമാണ്. അത് സമ്മതിക്കാതിരിക്കാനൊക്കില്ല. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. കാരണം ഒരു സീൻ വായിച്ചാൽ തന്നെ പലതവണ വായിച്ച്. ഇപ്പം ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ഈ ഡയറക്റ്റ് എടുക്കുമല്ലേ. അപ്പോൾ ഇപ്പം ആരെങ്കിലും ഡയലോഗ് പഠിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല. ഞങ്ങൾക്ക് പോലും പ്രോംപ്റ്റ് ചെയ്ത് തരണം. പക്ഷെ ലാലൊക്കെ ശരിക്കും പറഞ്ഞാൽ പക്ഷെ 2 പ്രാവശ്യം വായിച്ചാൽ മതിയേ, അത്ര മെമ്മറിയാണ്. അപ്പം ലാലൊക്കെ കാണാണ്ടൊക്കെ പറയും. നമുക്കൊന്നും അത് പറ്റുന്നില്ല എന്ന് പറയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ കുറേ കാലമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ മുഹൂർത്തങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കൈനീട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. കൈ നിറയെ വെണ്ണ തരാം.
അത് ഭയങ്കര സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അത് ശരിക്കും പറഞ്ഞാലേ എസ് എൻ സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഈ ഡേറ്റിൻ്റെ കാര്യം പറയാൻ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു 2 or 3 സീനേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ലാലിൻ്റെ അമ്മയല്ലേ, ഒരു സീനായാലും പ്രശ്നമല്ല. ലാലിൻ്റെ അമ്മയല്ല, അമ്മയെപ്പോലൊരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ ഒരു സോങ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു സോങ്ങോ? അത് ലാല് പാടുന്നത് ചേച്ചി ത്രൂ ഔട്ട് വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു സ്വാമി എന്നെ ഒഴിവാക്ക് പ്ലീസ്, ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയല്ല, അത് ചേച്ചി ചെയ്യും, ചേച്ചി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പടത്തിൽ ഏറ്റവും ഹിറ്റായത് ആ സോങ്ങാണ്. എൻ്റെ റിംഗ് ടോൺ അതാ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വിളിക്കുന്നവർ പലരും പുറത്തുനിന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ലാലേട്ടന് മാത്രം അങ്ങനെ ഉമ്മ കൊടുത്താൽ പോരാ, ഞങ്ങൾക്കൊക്കെ എന്നൊക്കെ പറയും. അതിപ്പം ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, കൊച്ചു പിള്ളേർക്ക് പോലും ഞാൻ ചിറയൻകീഴ് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു 3-4 വയസ്സ് കാണും ഒരു കുട്ടി. എന്നെ പാടി കേൾപ്പിക്കാൻ വേണ്ടി അവൻ 11 മണി വരെ വെയിറ്റ് ചെയ്തോടെ. ചെന്നുടനെ പാടിയത് ഇതാണ്. എടുത്ത് ഞാൻ വെച്ചു, എന്നെ കാണണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന കുട്ടിയല്ലേ. എടുത്ത് വെച്ച ഉടനെ അങ്ങോട്ട് തുടങ്ങി, കൈ നിടയേ കൈ നിറയെന്ന് പറയാൻ അറിയില്ല. വെണ്ണ തടാം, കവിളിലൊരു ഉമ്മ തടാം.